വേഗം കയറ്റടാ. വണ്ടി എടുക്കണം. എന്താ അതില് മരുന്ന്? തുറക്ക്. നീയൊക്കെ എന്താണ് പന്തങ്ങളുടെ പരിചാരപ്പന നിൽക്കുന്നത്? ഇതൊക്കെ ഈ പണിക്ക തൊള്ളല്ലയോ? അല്ലയോ? 19 ലക്ഷത്തിന്റെ സാധനങ്ങൾ കൊണ്ടുപോയപ്പോ നീയൊക്കെ വണ്ടി കയറി ഇങ്ങോട്ട് പോന്നു. പോന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളും കൂടെ അകത്തായനെ. അകത്തായേനെ. എടാ നിന്റെ ഈ തോക്കില്ലായിരുന്നോ? ആ തോക്കിൽ ഉണ്ടായിരുന്നോ? എടാ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ തോക്ക് കാഞ്ചി വലിച്ച പൊട്ടുമായിരുന്നോ? എന്നാ ആ തോക്ക് അയാളുടെ നേരെ ചൂണ്ടി ചുമ്മാ കാഞ്ചങ്ങ് വലിക്കാൻ മേലായിരുന്നോ? എടാ നീ എന്റെ മോനാന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാ. ഒരു കാര്യം ചെയ്, മോൻ ഓടി ക്ഷീണിച്ചു വന്നതല്ലേ, 2 എണ്ണം വീശിട്ടെ കിടന്നുറങ്ങാൻ നോക്ക. പോ, ഒന്ന് പോടാപ്പാ. എടാ ഇങ്ങോട്ട് വാ. എന്തോ അവന്റെ പേര്? ഹരി. ഹരി. മനസ്സിലായി കാണത്തില്ല, ഞാനൊരു കൊച്ചു കച്ചവടക്കാരന്. നാട്ടുകാർ അച്ചായാന്ന് വിളിക്കും. ഹരിയേട്ടൻ കാപ്പി കുടിക്കുക, ഞാൻ വിളിക്കാം. അയ്യോ വിളിക്കണ്ട, ആഹാരം കഴിക്കുമ്പോ വിളിക്കാൻ പാടില്ല, ദൈവദോഷം ഉണ്ടാവും. മോളുടെ ഡാഡിയെ എനിക്കറിയാം. വറീച്ചൻ അബ്കാരി ബിസിനസ്സുമായി നടക്കുന്ന കാലം മുതലേ ഞങ്ങൾ പരിചയക്കാരാ. അതെയോ? പ്രേമവിവാഹമായിരുന്നു അല്ലയോ? വറീച്ചന്റെ മോൾ അന്യജാതിക്കാരനെ കല്യാണം കഴിച്ചെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഈ നാട്ടിൽ വരുമെന്നോ നമ്മൾ തമ്മിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല മോളെ. എടാ ജോർജ്, കുറച്ച് വീട്ടുപകരണങ്ങളും പാത്രങ്ങളും ഒക്കെയാ. വറീച്ചന്റെ മോളെ കാണാൻ വരുമ്പോ അച്ചായൻ എങ്ങനെ വെറും കൈയോടെ വരുന്നത്? ഞാൻ അച്ചായൻ ചില്ലറ കച്ചവടമൊക്കെ അങ്ങനെ കഴിയുന്നു. ബുദ്ധിമുട്ടിലാണേ. വന്ന കാര്യം പറയണം. എന്റെ ഒരാള് സാറിന്റെ കസ്റ്റഡിയിലുണ്ട്. പാവാ സാറേ, അവനെങ്ങ് വിട്ടേക്ക്. കഞ്ചാവ് ഓയിൽ കടത്തിയതാ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത്. എടാ ജോർജേ, സാർ ഇത് വാങ്ങണം. അല്ല പോലെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ എത്തിക്കാം. എടുക്കണോ? ഇതെല്ലാം എടുത്തോണ്ട് പോടാ. അച്ചായന് കൊടുത്തേ ശീലമുള്ളൂ, കൊണ്ടുപോകാറില്ല. ഞാനും കൊടുക്കാറേ ഉള്ളൂ, വാങ്ങാറില്ല. എടുത്തോണ്ട് പോവാൻ. ഞാൻ തന്നെ കൊണ്ടുപോക്കോളാം. ജോർജേ, സാറിനതൊന്നും വേണ്ട. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചല്ലേ, കളയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എടുത്തു. എടുക്കണപ്പാ. സാറേ, സ്നേഹമുള്ളതുകൊണ്ട് പറയുക, ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പും ആവേശമൊക്കെ കാണിച്ച് മണ്ടത്തരത്തിൽ ചെന്ന് ചാടരുത്. മിസ്റ്റർ തോമസ് മാത്യു. മാവുങ്കൽ മാത്തുക്കുട്ടിയുടെ മകൻ തോമസ് മാത്യുവിനെ ഈ പേര് വിളിക്കുന്നവരാരും ഇന്ന് ഈ നാട്ടിലില്ല. ഉണ്ടോടാ? ഇല്ല. എല്ലാരും അച്ചായ എന്നാ വിളിക്കാറ്. സാർ ഈ നാട്ടിലുണ്ടാവണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് കള്ളനോട്ട് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു തോമസ് മാത്യുവിന്റെ പേരുള്ള ഫയൽ ഞാൻ കണ്ടിട്ടുണ്ട്. പണവും പദവിയും ഒക്കെ ആയപ്പോ അയാൾ പേര് മാറ്റിയ വിവരം ഞാനിപ്പോൾ അറിയുന്നത്. അറിഞ്ഞല്ലോ. അതെ, ആ പഴയ തോമസ് ആകാൻ അച്ഛൻ അധികം സമയമൊന്നും വേണ്ട. വരട്ടാതടോ. കൂടിപ്പോയാൽ താൻ എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും. ഇതിനു മുമ്പും ഒരു സ്റ്റേഷനിൽ ഞാൻ 3 മാസത്തിൽ കൂടുതൽ ഇരുന്നിട്ടില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് ഹരികുമാർ തന്നെപ്പോലുള്ള ഒരുത്തിനെങ്കിലും അകത്താക്കിയിരിക്കും. കഞ്ചാവ് വാറ്റി ഓയിലാക്കി മരുന്നാണെന്ന ലേബിളിൽ കടത്താൻ ഇനി തന്നെ അനുവദിക്കില്ല. അയ്യോ സാറേ, സത്യമായിട്ട് ഞാൻ കയറ്റിയേക്കുന്നത് മരുന്ന. അത് കഞ്ചാവാണെന്ന് സാറിന് തോന്നിയോ? എങ്കിൽ സൂക്ഷിക്കണം. ആ കേട്ടോ മോളെ, ഈ മരുന്നിനൊരു കുഴപ്പമുണ്ട്. ചിലർക്ക് മരണം എടുക്കുമ്പോ ഇതിന് കഞ്ചാവിന്റെ മണമുണ്ടെന്ന് തോന്നും. പക്ഷെ സാറിനങ്ങനെ തോന്നി കാണത്തില്ല. ഉണ്ടോ സാറേ? എന്താ നിർത്തിക്കളഞ്ഞേ? ബാക്കിയൂടെ പറ. എടോ, വീട്ടിൽ കയറി വന്ന് ബഹളമുണ്ടാക്കിയെന്നും ഭീഷണിപ്പെടുത്തിയതിനും ഈ നിമിഷം എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യാം. തനിക്ക് മുകളിൽ വലിയ പിടിയുണ്ടല്ലോ, ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും. എല്ലാ തെളിവുകളോടും കൂടി തന്നെ ഞാൻ അകത്താക്കും. അന്ന് സാറിന് 10 പവന്റെ ഒരു മാല അച്ചായം തരും. വരട്ടെ വരട്ടെ മോളെ. ഇവിടെ എന്തോ കരിയുന്ന മണമില്ലേ? ഉണ്ട്.
ശവം കരിയുന്ന മണം. അതൊരു ദുർലക്ഷണമാണ്. SI ഹരികുമാർ കഞ്ചാവ് കടത്ത് പിടിച്ചു. കണ്ടില്ലേ, മത്തങ്ങ വലിപ്പത്തിലാ വാർത്ത വന്നിരിക്കുന്നത്. കൂടെ ഫോട്ടോയുണ്ട്. എന്തായാലും നമ്മുടെ പാരയേറ്റു. ഏതായാലും അച്ഛൻ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നു. എങ്ങനെ മനസ്സിലാക്കും? സംഭവത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇപ്പൊ SIക്കല്ലേ? അത് ശരിയാ. നമ്മൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞും വിശ്വസിക്കത്തില്ല. മൈക്ക് വെച്ച് അനൗൺസ് ചെയ്താലോ? വേണ്ട, വേറെ വഴിയുണ്ട്. എന്തോന്ന്? ആദർശധീരനായ SIക്ക് നാട്ടുകാരുടെ വക ഒരു സ്വീകരണം നമ്മൾ സംഘടിപ്പിക്കുന്നു. അയാൾ വന്നില്ലെങ്കിലോ? വരുത്തും. എങ്ങനെ? കുമ്മാട്ടിക്കടവിന്റെ മണ്ണിൽ നിന്നും അഴിമതി തുടച്ചു നീക്കുമെന്നുള്ള ഉഗ്ര പ്രതിജ്ഞയുമായി നമ്മൾ ഒരു അഴിമതി വാരം ആഘോഷിക്കും. അഴിമതി വാരം? അതെ, അഴിമതി വിരുദ്ധ വാരം. അതാ ഞാൻ ആലോചിച്ചത്. ഉദ്ഘാടനം SI ഹരികുമാർ. എങ്ങനെ? അല്ല, അപ്പോഴും നാട്ടുകാരുടെ മുമ്പിലെ SI ഹരികുമാറല്ലേ കഞ്ചാവ് പിടിച്ചത്? എടാ വിഡി കൂഷ്മാണ്ടി, എന്തോ SI ആളൊരു ശുദ്ധന. മൈക്ക് കൈ കിട്ടുമ്പം അയാൾ പറയാതിരിക്കില്ല. ഈ നാട്ടിലെ ആദർശധീരരായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഈ കഞ്ചാവ് എനിക്ക് പിടിക്കാൻ കഴിയില്ലായിരുന്നു. അടിയിടിയും കൊണ്ട് കഷ്ടപ്പെട്ട് കഞ്ചാവ് പിടിച്ച പാവ SI ഒന്ന് സഹായിക്കാമെന്നൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ക്രെഡിറ്റ് മുഴുവൻ നമുക്ക്. ഏതായാലും സംഗതി കൊള്ളാം. മണ്ണും ചാരി നിക്കണോടെ, എന്നാലേ പെണ്ണിനെ കൊണ്ട് പോരാൻ പറ്റൂ. മണ്ണ? അതിന് മണ്ണെവിടെ? ഇത് തന്നെ മണ്ണ്. ചാരി നിക്കണ്ട, കിടന്നോ. കഞ്ചാവ് കടത്ത് പിടിച്ചത് എന്റെ ഡ്യൂട്ടി മാത്രമാണ്. അതിന്റെ പേരിൽ ഒരു സ്വീകരണം എന്നൊക്കെ പറഞ്ഞാൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. ഞങ്ങൾ അനൗൺസ് ചെയ്തു പോയി. സർ, അഴിമതിക്ക് കുടപിടിക്കാത്ത ആദർശധീരരായ നല്ല ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ജനങ്ങൾ അറിയണം. സോറി, അങ്ങനെ ഒരു പബ്ലിസിറ്റിയിൽ എനിക്ക് താല്പര്യമില്ല. അയ്യോ അല്ല സാർ, ഇത് പബ്ലിസിറ്റി അല്ല. ഞങ്ങളുടെ അഴിമതി വിരുദ്ധ വാരം സാർ ഉദ്ഘാടനം ചെയ്യുന്നു, അത്രമാത്രം. സാർ എതിര് പറയരുത്. ശരി, ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ വരാം. മതി, ഈ ഒരു പ്രാവശ്യത്തേക്ക് മതി. അപ്പോ നാളെ വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾക്ക് ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിക്കാനുണ്ടേ. വരട്ടെ? Okay. ബാ, ബാ, ബാ. ഉദ്ഘാടനത്തിന് പോകുന്നതൊക്കെ കൊള്ളാം. കൂടുതൽ ആദർശം പ്രസംഗിച്ച് ആളുകളുടെ കോല് വാങ്ങിക്കരുത്. മട്ടന്നൂർ കോളേജിൽ ഇനാഗുറേഷൻ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഏയ്, ഇവർ അത്രക്കാരൊന്നുമില്ല. നല്ല ആത്മാർത്ഥമുള്ള ചെറുപ്പക്കാരാ. ഏമാനത്തന്നെ വിളിച്ചോണ്ടാവും. ഹലോ, എവിടെ? നിങ്ങളാരാ സംസാരിക്കുന്നത്? ഹലോ, ഹലോ, ഹലോ. ഹലോ, അതെ സാർ, ഇവിടെ ഒരാൾ വിളിച്ചിരുന്നു. ആരാണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഏതായാലും ഞാൻ അങ്ങോട്ട് തിരിക്കാണ്. നിങ്ങൾ ഉടനെ പുറപ്പെടണം. ശരി സാർ. പെട്ടെന്നാവട്ടെ, ഉറക്കം വരുന്നു. ഓഹോ, അപ്പൊ ഇവിടെ വിശ്രമമാണല്ലേ? ഇല്ല, ഒട്ടിക്കുമായിരുന്നു. ഒട്ടിച്ചോണ്ടിരുന്നാ മതിയല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കും? മൈക്ക് സെറ്റ് റെഡി ആയിട്ടില്ല, സ്റ്റേജ് കെട്ടിയിട്ടില്ല, അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇനി എപ്പ ചെയ്യാനാ? മൈക്ക് സെറ്റ് നീ ഏർപ്പാടാക്കാമെന്നല്ലേ പറഞ്ഞു? അത് ഞാൻ ഇന്നലെ അടയിപ്പിച്ചേ. അല്ല, അത് പിന്നെ ഞാൻ 3 പ്രാവശ്യം പോയി നോക്കിയതാ. അവിടെ ആളില്ല. ഒരേതോ ഉത്സവ പരിപാടിക്ക് പോയിരിക്കും അത്രേ. നാളെ വൈകിട്ടേ വരൂ, ഇന്ന് രാത്രി. അയ്യടാ, ഇതിൽ അധികാരി ഇല ഏറ്റതുപോലെ ആയല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും പോയി സ്റ്റേജിന്റെ കാര്യങ്ങളും അലങ്കാരങ്ങളും നോക്ക്. ഒട്ടിക്കുന്ന കാര്യം ഇവര് ചെയ്തോളൂ. ഞാൻ തന്നെ നേരിട്ട് പോയി മൈക്ക് സെറ്റ് ഏർപ്പാടാക്കാം. ഞാൻ പോയി നോക്കിട്ട് വരാം. വേണ്ട വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ലൈറ്റ് ഇല്ല. നീ ഒന്ന് ഒന്നുമില്ലെങ്കിലും ഞാനൊരു വരുംകാല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ. ലൈറ്റ് വേണ്ട. അതെ, ഞാൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ വിശ്വനാഥൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ. നിന്റെ അമ്മൂമ്മയുടെ കാള് പോയി ഒട്ടിക്കാൻ നോക്കടാ. എളുപ്പട്ടില്ല. ഇതെന്താണെന്ന് സാറിന് മനസ്സിലായല്ലോ. ഇപ്പൊ ഇതിന് കഞ്ചാവിന്റെ മണം കൊണ്ടൊന്ന് നോക്കിയേ.
വണ്ടിയെടുത്ത് വണ്ടിയെ കയറ്റടാ. മാഷേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. എസ്ഐയുടെ മരണം ആക്സിഡന്റ് ആണെന്ന്. എല്ലാ അച്ചായനും പോലീസുകാരുമായിട്ടുള്ള ഒത്തുകളിയാ. സത്യം പറഞ്ഞ നമ്മുടെയൊക്കെ വാക്ക് കേട്ടിട്ടാ SIക്ക് ഗതി വന്നത്. ഷൈൻ ചെയ്യാനും നല്ല പേരുണ്ടാക്കാനും വേണ്ടി നമ്മൾ SI ഒരു കരുവാക്കുമായിരുന്നു. അയാളുടെ മരണത്തിൽ നമുക്കും ഇല്ലടാ ഒരു പങ്ക്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണീരുണങ്ങാത്ത മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. നമുക്ക് സത്യം തുറന്നു പറയണം. അച്ചായൻ ശിക്ഷിക്കപ്പെടണം. അത്രയെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടടാ. എല്ലാവരും പിരിഞ്ഞു പോകണം. ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. എന്തായാലും SIയെ കൊന്നവരെ അറസ്റ്റ് ചെയ്യാതെ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. പോലീസ് നീതി പാലിക്കുക. SIയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. അച്ചായനെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. കൊലപാതകം കണ്ടെന്നാ പറയുന്നത്. അച്ചായനെ അറസ്റ്റ് ചെയ്യുക. ശരി, അയാളെ വിളിക്കും സാർ. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ആരാ സംഭവം കണ്ടത്? ഞാനാ. അകത്തേക്ക് വരും. ചെല്ലേ. വിശ്വനാഥൻ സിന്ദാബാദ്. അച്ചായനെ ഗുണ്ടായുധം അവസാനിപ്പിക്കുക. എന്താ പതിവില്ലാതെ? ഓ, പോലീസുകാർക്ക് യൂണിയനൊക്കെ ആയല്ലോ അല്ലേ? വല്ല പിരിവിന്റെയും കാര്യമാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? അല്ല, അച്ചായൻ വേറൊന്നും വിചാരിക്കരുത്. SI ഹരികുമാറിന്റെ... അയ്യോ, ഞാൻ അറിഞ്ഞു. കഷ്ടമായി പോയി. നല്ല ആളുകളെയാണല്ലോ കർത്താവ് വേഗം അങ്ങോട്ട് വിളിക്കുന്നത് അല്ലേ? അതല്ല അച്ചായ, ആ SIയുടെ മരണം ആക്സിഡന്റ് അല്ലെന്നും അച്ചായൻ അതുമായി ബന്ധമുണ്ടെന്നും പറയും നാട്ടുകാർ സ്റ്റേഷന് മുമ്പിൽ ബഹളം കൂട്ടുന്നു. എടോ, ബഹളം കൂട്ടുന്നവരെ ഓടിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ തോക്കും ലാത്തിയൊക്കെ പിടിച്ച് വേഷം കെട്ടി നടക്കുന്നത്? അച്ചായൻ എന്റെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. മോളിൽ നിന്നുള്ളവർ വിളിച്ചു പറയുമ്പോൾ എനിക്ക് അനുസരിക്കാനല്ലേ പറ്റൂ. തീർച്ചയായും അനുസരിക്കണം. അച്ചായൻ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അല്ലെങ്കിൽ താനെന്നെ അറസ്റ്റ് ചെയ്യുവോ? അതല്ല അച്ചായ, എന്റെ കാര്യം കഷ്ടത്തിലാവും. അയ്യോ, ഞാൻ കാരണം ആരും കഷ്ടത്തിലാകണ്ട. വാ, നടക്ക. എന്താണോ വേണം? റോഡ് മാറിയിടാം. ഞങ്ങൾ മാറിക്കോളാം. അതിനു മുമ്പ് ആദ്യം ആരെ പിടിച്ച് ജീപ്പിലോട്ട് കയറ്റിയാട്ടെ. വഴിതറ മാറിയിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സാറിന് തോന്നുന്നു ചെയ്യാനല്ല ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സാറേ, ഈ IPCയും ക്രിമിനൽ കോഡും ഒക്കെ ഞങ്ങൾക്കും അറിയാം. ഒരു കൊലക്കേസിലെ പ്രതിയാണയാൾ. വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റാൻ ഞങ്ങൾ പോവില്ല. SI ഹരികുമാറിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. ഒത്തുകളി അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. എന്തിനാണ് വെറുതെ ബഹളം വെക്കുന്നത്? ഞാൻ ഈ ജീപ്പിൽ കയറണം, അത്രല്ലേ ഉള്ളൂ. ആ, വിലങ്ങ് വെക്കണോ? വേണം. ആ, വെക്കണം. വെച്ചോ, വേഗം വെക്കണോ. പിള്ളേരുടെ ആഗ്രഹമല്ലേ. ഓ സാറേ. വിശ്വനാഥൻ സിന്ദാബാദ്. വിശ്വനാഥൻ സിന്ദാബാദ്. വിശ്വനാഥൻ സിന്ദാബാദ്. വിശ്വനാഥൻ സിന്ദാബാദ്. വിശ്വനാഥൻ